ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ഹഖ്ഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ തെറ്റുകളാൽ നിറഞ്ഞ കർമ്മ പുസ്തകങ്ങളുമായിട്ട് മലക്കുകൾ അള്ളാഹുവിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, ഇവൻ നമ്മുടെ പ്രണയഭാജനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണത്തിലുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ തിന്മകൾ മറ്റൊരാളുടെയും തിന്മകൾ പോലെയല്ല. മറ്റുള്ളവരെ അവരുടെ തിന്മകൾ കാരണത്താൽ പിടികൂടപ്പെടുന്ന പോലെ ഇവൻ്റെ പ്രവൃത്തികൾ പിടികൂടുകയില്ല. സയ്യിദുനാ ഷെയ്ഖ് ഇമാം അഹ്മദ് തിജാനി തങ്ങളുപ്പാപ്പ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ അവരുടെ പാപങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആകെത്തുക. പക്ഷേ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ അവർ തെറ്റ് ചെയ്യുമ്പം അവർക്കൊരു ശിക്ഷയുണ്ട്. ആ ശിക്ഷയെക്കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരിഫീങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ, സ്വലാത്ത് ചൊല്ലുന്നതിനെ തൊട്ട് തടയപ്പെടുക എന്നുള്ളതായിരിക്കും. അതായത് ഇപ്പോൾ ഒരാൾ ദിനേന 1000 സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ആ 1000 സ്വലാത്ത് ചൊല്ലാൻ കഴിയാതെ ആവുക. അതായത് ഒരു 800 സ്വലാത്ത് മാത്രം ചൊല്ലുക, അല്ലെങ്കിൽ ഒരു 700 സ്വലാത്ത് ചൊല്ലുക. അദ്ദേഹം ദിനേന ചൊല്ലുന്ന അത്ര അഥവാ 1000 സ്വലാത്ത് ചൊല്ലാൻ സാധിക്കാതെ പോവുക. അപ്പോൾ മഹത്തുക്കൾ പറയാറുണ്ട്, നിങ്ങൾ ദിനേന ചൊല്ലുന്ന സ്വലാത്തിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ദിനേന 1000 സ്വലാത്താണ് ചൊല്ലുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അതൊരു 800 സ്വലാത്തേ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം വിലയിരുത്തണം, നിങ്ങളെ ഭാഗത്തുനിന്ന് വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. ഷെയ്ഖ് അഹ്മദുൽ ഹബ്ബാൽ റിഫായി തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുരാഗികൾ അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ തൊട്ട് അവരെ തടയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ഭാഗത്തുനിന്ന് തെറ്റ് വരുമ്പം നമ്മൾ പൊതുവേ നമ്മൾ ദിനേന ചൊല്ലി വരുന്ന അത്ര സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ കഴിയാതെ പോകുക എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന ഒരു ശിക്ഷയാകാം. അപ്പോൾ ഈ ഒരു ശിക്ഷയെക്കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഭയപ്പെടണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക എന്ന് വെച്ചാൽ ഓരോ നിമിഷവും നമുക്ക് ഫ്രീ കിട്ടുന്ന, നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഓരോ നിമിഷത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും ഓരോ ദിവസം കഴിയുന്തോറും കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഓരോ നിമിഷവും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർവിൽ തന്നെ കാണുന്ന ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ. ആമീൻ ആമീൻ ബിജാഹി നബിയിൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.